എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴിയുടെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, എടുത്തോ. ഇതന്നെ തുടങ്ങണല്ലേ? ഇത് തുടങ്ങും. അത് കൈ വെച്ച് അങ്ങനെ ഒരു സാധനമല്ലേ. ഏത് കൈ യൂസ് ചെയ്താലും പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തിൽ എന്താണെങ്കിലും മോശമായിട്ടുള്ള ഒരു സാധനം തന്നിട്ടില്ലല്ലോ. എല്ലാം നല്ലതാണ് തന്നിട്ടുള്ളത്. എല്ലാത്തിനും ഒരേ പ്രാധാന്യം. അല്ല, പിന്നെ അതിനകത്തൊന്നും ഒരു ഇതുമില്ല, വലതുമില്ല ഇടതുമില്ല അല്ലേ? അതെ. ഫസ്റ്റ് കിഴി കിഷ്കിന്ദ കാണ്ഡം. അടിപൊളി സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി. അതായത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ. തൊട്ട് താഴെ തലവൻ 24 സംതിങ് ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ 25ലേക്ക് കടന്നിരിക്കുന്നു. അതും 7 ദിവസം കൊണ്ടാണ്. ഇനിയുണ്ട് ദിവസങ്ങൾ. ഇനി ഇത് 50 കോടിയിലേക്ക് കയറും. യെസ്, വരട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത കിഴി നല്ല സമയാട്ടോ. ഇപ്പോൾ ആസിഫ് അലിയുടെ റേഞ്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും കഴിഞ്ഞ മാസത്തെക്കാട്ടിലും മലയാള സിനിമയ്ക്ക് നല്ലൊരു മാറ്റം മാസമാണ്. നല്ല അഭിപ്രായം വരുന്ന സിനിമകൾ കുറച്ച് കൂടുതൽ വന്നു. അതെ. ഓക്കെ, അടുത്ത കിഴി ബ്രദർ. ജയം രവി, പ്രിയങ്ക മോഹൻ, ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് എഫ്. ഓക്കെ. സിനിമയുടെ ടീസർ ഓഡിയോ പുറത്തു വരുന്നുണ്ട് സെപ്റ്റംബർ 21. ഹാരിസ് ജയരാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും കാത്തിരിക്കാം. ബ്രദർ ഇതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല നമുക്ക്. ജയൻ രവിയുടെ അടുത്ത് വന്നിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് ഒരു ഒന്നാമത് പ്രതീക്ഷ അധികം ഇതിനു വേണ്ടി കാത്തിരിക്കാത്തത്. ഓക്കെ, അടുത്തത് ദേവര. ദേവര സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് സെപ്റ്റംബർ 22 നടക്കാൻ പോവാണ് കേട്ടോ. ഇന്നലെ ഒരു എന്തായിരുന്നു ആയുധപൂജ സോങ് ആണ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇത് ടീസർ പോലെയൊക്കെ സാധനം വന്നിട്ടുള്ളൂ, അല്ലാണ്ട് അത് വന്നിട്ടില്ല വീഡിയോ. ചിലപ്പോൾ മാറ്റി വെച്ചായിരിക്കും കേട്ടോ. അടുത്ത കിഴി D52 ഇഡ്ലിക്കട എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. അതായത് രായൻ സിനിമയിൽ തട്ടുകടയായിരുന്നു. തട്ടുകട പൂട്ടിയിട്ട് ഇപ്പോൾ ഇഡ്ലിക്കട തുടങ്ങിയിട്ടുണ്ട്. വെറും ഇഡ്ഡലി മാത്രമല്ല, ഇഡ്ഡലി മാത്രം. അപ്പോൾ വട ഉണ്ടാവില്ലേ? വട ഉണ്ടാവില്ല. അപ്പോൾ ഇഡ്ഡലി വട എന്ന് പറയാൻ പറ്റില്ലല്ലേ? ഇഡ്ഡലി വട സാമ്പാർ ഇഡ്ഡലി കട എന്ന് പറയാം. ഇഡ്ഡലി കട അതാണ് ടൈറ്റില്. ആള് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഡയറക്ട് പண்றீங்க. അതൊരു ചോദ്യം. അടുത്തത് രാമചന്ദ്രൻ റിട്ടയർഡ് SI. സിനിമയുടെ OTT റിലീസ് ഇന്ന് മനോരമ മാക്സിൽ കേട്ടോ. ഓക്കെ, നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണ്. എന്തായാലും നമുക്ക് ഇന്ന് കാണാല്ലേ. നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഷാജോണാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ബോഗെയിൻ വില്ല. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, പിന്നെ ജ്യോതിർമയി ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒക്ടോബർ 10 സിനിമയുടെ റിലീസ് ഡേറ്റ് പറയപ്പെടുന്നത്. പക്ഷേ കമ്മിങ് സൂൺ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴും ഒക്ടോബർ 10 വിടുമോ? സാധ്യത വളരെ വളരെ കുറവല്ലേ. കാരണം ഫഹദിൻ്റെ വേട്ടയനട വരുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ഫഹദ് ചിത്രവും. ഫഹദാണ് ഇതിൽ മെയിൻ നായകൻ എന്നല്ലാട്ട് പറയുന്നത്. പക്ഷേ എങ്കിലും ചെറിയൊരു കാമിയോ റോൾ അല്ല ആള് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റോളാണ്. എന്തായാലും മാറാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 10 വരില്ലല്ലേ? ചാൻസ് ഉള്ളതാണ്. രേഖാചിത്രം. സിനിമയിൽ അനശ്വരയുടെ ഡബിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജോഫിൻ ടി ചാക്കോയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് എന്നായിരുന്നു? റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇതായിരിക്കാം അല്ലേ? ആയിരിക്കാം. റേഞ്ച് കുറച്ചുകൂടെ അങ്ങ് പൊങ്ങും. അതോ ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് തലവൻ വന്നു ഈ വർഷം. അതിനുശേഷം വന്നത് നമ്മുടെ ഇതിലെ ലെവൽ ക്രോസ് അഡിയോസ് അമീഗോ വന്നിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇതാ കിഷ്കിന്ദ കാണ്ഡം. ഇനി വരാൻ പോകുന്നത് രേഖാചിത്രം. അതും ജോഫിൻ ടി ചാക്കോന്റെ ഡയറക്ഷനിൽ വരുമ്പോ അതൊരു ഭീകര സിനിമ തന്നെയായിരിക്കും. വേറെ സിനിമ അതിന്റെ അടിയിലുണ്ട്, ആഭ്യന്തര കുറ്റവാളി. ശരിയാ, അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ടില്ലേ? ഇല്ലെന്നല്ലോ. അതിന്റെ അല്ലേ ഇപ്പം വീണ്ടും ഇതൊക്കെ ഷൂട്ട് വീണ്ടും തുടങ്ങാന്ന് പറഞ്ഞ പരിക്ക് കാരണം അത് ടിക്കറ്റാക്കിയാണല്ലോ. ഓക്കെ, അമ്മയെ ടിക്കറ്റാക്കി തരാനുണ്ടല്ലേ. നല്ലൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. സംഭവം ഇതിൽ രേഖാചിത്രമാണോ അതോ ആഭ്യന്തര കുറ്റവാളിയാണോ ആദ്യം വരിക എന്നുള്ളത് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഓക്കെ, ഏതാണെങ്കിലും വരട്ടെ, നോക്കാം. വരട്ടെ. ഓക്കെ, അടുത്ത കിഴി
നാനി ശ്രീകാന്ത് ഒഡേല, ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ ഉണ്ട്. സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ദസറക്ക് പുറത്തു വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഒക്ടോബർ 12. ഒക്ടോബർ 12. ഇതിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദസറ ഒക്ടോബർ 12 അല്ലേ, അതോ നവംബർ 12 ഏതോ ഒരു 12 നവംബർ ആണോ ഒക്ടോബർ ആണോ എന്നുള്ള ഓർമ്മയില്ല കേട്ടോ. എന്നാ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അല്ല ഒക്ടോബർ പറഞ്ഞു പോയി. ഒക്ടോബർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒക്ടോബർ 12 അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ? എനിക്ക് ഓർമ്മല്ല. വളരെ നല്ല. അടുത്തത് പുഷ്പ 2 സിനിമയില് ഡേവിഡ് വാർണർ റീൽസ് ഒക്കെ ചെയ്ത്, അതായത് ആള് ക്രിക്കറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് പുഷ്പ സിനിമയാണ് അല്ലേ? അതിന് എന്തായാലും ഗുണം കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പ ടീം വിചാരിച്ചത് ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അവർക്ക് പ്രൊമോഷന്റെ ആവശ്യം പോലും ഇല്ല. പിന്നെ വരുമ്പോ അതെ, ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ശരിക്ക് പുഷ്പ ഫസ്റ്റ് പാർട്ടിന് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ ചെയ്ത ആളാണ് ശരിക്കും ഡേവിഡ് വാർണർ. അതും റീൽസിൽ മാത്രല്ലേ, ഗ്രൗണ്ടിൽ വന്നാലും ആൾക്ക് തന്നെ പണിയാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പട്ട് കൊടുക്കും നീ പുഷ്പേന്റെ സ്റ്റെപ്പ്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പോ പുതിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആള് അതില് ഒരു ഗോൾഡൻ ഗണ്ണൊക്കെ പിടിച്ച് നടന്നു പോകുന്നതാണ്. ശരിക്കും പുഷ്പയ്ക്കൊത്ത ഒരു എതിരാളി തന്നെ ആവോ? എന്തായാലും കോമഡി ട്രാക്ക് ആണോ അറിയില്ല, ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടറാണോന്നും അറിയില്ല, പറയാൻ പറ്റില്ല. പുഷ്പ കുറെ പുറത്തൊക്കെ ഷൂട്ട് നടന്നിട്ടുള്ളതാണ്. അതെ, അപ്പം അവിടുത്തെ ഒരു എന്തെങ്കിലും സംഭവമായിരിക്കാം. തകർപ്പൻ ഒരു ക്യാരക്ടർ ആണെങ്കിലും മതി. മേ ബി മിക്കവാറും പുഷ്പനെ സംരക്ഷിക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു ഏതെങ്കിലും സമയത്ത് വന്നിട്ടേ ഒരു രക്ഷകനാവുന്ന ക്യാരക്ടർ ആയിരിക്കാം. പുഷ്പനെ അത്ര ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് പുഷ്പയ്ക്ക് വില്ലനാവൂല, എതിരാളിയെ നടക്കൂല മോനെയാണ്. പുഷ്പക്കെതിരെ ഞാൻ നിൽക്കൂലാണ്. ഓക്കെ, അടുത്ത കിഴി സിംഗം എഗൈൻ. നമ്മുടെ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിലെ സിനിമയാണ് സിംഗം എഗൈൻ. അജയ് ദേവഗൺ, കരീന കപൂർ, ദീപിക പദുകോൺ, രൺവീർ സിംഗ്, പിന്നെ ആരൊക്കെയാ, അക്ഷയ് കുമാർ, കുറേ ഉണ്ട്, ടൈഗർ ഷ്രോഫ്, അജയ് ദേവ് പറഞ്ഞു. പിന്നെയുണ്ടല്ലോ ഇങ്ങനെ വമ്പൻ താരനിരയുള്ള ഒരു വലിയ സിനിമയാണ്. സിനിമ ദീപാവലിക്കായിരുന്നു റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു അത് മാറ്റാൻ സാധ്യതയുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ളത്. എന്നാൽ മാറ്റില്ല, ദീപാവലിക്ക് തന്നെ റിലീസിലെത്തും. ദീപാവലി ഒക്ടോബർ 30-31 ഒക്കെ അല്ലേ? അപ്പോൾ ആ ടൈമിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, വരട്ടെ. സ്പിരിറ്റ്. അത് ശരി, സ്പിരിറ്റ് സിനിമയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ഈ മാസം, അതായത് ഒക്ടോബർ മാസം വരാൻ ചാൻസ് ഉണ്ട്. ഈ മാസം എന്ന് പറഞ്ഞാൽ അറിയാണ്ട് വന്നു പോയതാണ്. ഒക്ടോബർ മാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസംബറിലെത്തും. ഫസ്റ്റ് ലുക്ക് അപ്പോൾ അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അത് മതി. അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുക്കുന്നതും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ള സംഭവങ്ങളായിരിക്കും. അതെ അതെ. ഓക്കെ, അടുത്തത് കിങ്. ഷാറൂഖ് ഖാൻ നായകനാവുന്ന കിങ് സിനിമ റിലീസ് ഡേറ്റ് പറയുന്നത് ഈദ് 2026. സന്തോഷം. ഈദ് 2026 എടുക്കും. എന്നിട്ടാണോ മറ്റേ ഡോൺ അഭിനയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ചുമ്മാ? അല്ല, ഇപ്പൊ ഒരു വർഷമൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു വർഷം അല്ലല്ലോ, ഒരു വർഷമൊന്നുമല്ല. 2026 ഈദ് എന്ന് പറയുമ്പോ എത്ര 2 വർഷമായി. 2 വർഷത്തിന്റെ അടുത്തുണ്ട്. ജവാനൊക്കെ അതേപോലെ സമയം എടുത്തില്ലടാ. പത്താനൊക്കെ ഒരുപാട് സമയം എടുത്തില്ല, കുറെ ടൈം എടുത്തിട്ടുണ്ട്. പത്താനും ജവാനും ഒക്കെ. ജവാൻ പിന്നെ അത്ര ടൈം എടുത്തില്ല, നമുക്ക് ഓർമ്മയുണ്ടല്ലോ അനൗൺസ് ചെയ്തതും മറ്റ്ലീൻ്റെ ഒക്കെ. പക്ഷെ അതിനു മുൻപേ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുണ്ടോ? അടുത്തത് ദളപതി 69 സിനിമയില് പൂജ ഹെഗ്ഡെ നായികയായിട്ടെത്തും എന്നാണ് കേൾക്കുന്നത്. സന്തോഷമായല്ലോ, വളരെ സന്തോഷമായില്ലേ? പൂജ മുഖം കാണിച്ചാൽ ആ സിനിമ പൊട്ടി എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരം. കരക്കമ്പി അങ്ങനെയാണ്, നമുക്ക് അറിഞ്ഞൂടാ സത്യമാണോ. വീഡിയോകളാണ് നായിക വില്ലനായിട്ട് എത്തുന്നത് കേട്ടോ. അവിടെ കങ്കുവേല് വില്ലനായെന്ന് കേട്ടപ്പോ തന്നെ അടുത്തതിനകത്ത് എടുത്ത് ഇങ്ങനെ ചെയ്യരുത്, എല്ലാത്തിലും കൊണ്ടുവരുമ്പോഴാണ് പൂജ അഭിനയിച്ച ഏത് സിനിമ വിജയിച്ചിട്ടുള്ളത്? എല്ലാം പൊട്ടിയിട്ടുള്ളൂ. അങ്ങ് ഹിന്ദിയിലും അങ്ങനെ. വാരിസിലൊക്കെ പിന്നെ കളക്ഷനും കൊണ്ട് വാരിസില് ബീസ്റ്റില് പക്ഷെ ഇല്ലേ, ഒന്നുമില്ലേ വിജയിച്ചതായിട്ടുള്ള. തെരഞ്ഞെടുക്കാനൊന്നുമില്ല.
ഇനി നമ്മൾ മറന്നുപോയതാണെങ്കിൽ അതും പറയാൻ പറ്റില്ല കേട്ടോ, ഓർമ്മയിലൊന്നുമില്ല. അല്ല അതും ആളുടെ ഒരു പരാജയമല്ലേ, അതായത് ഓർക്കാൻ പോലും ഒന്നും ഇല്ല എന്നുള്ളത്, തന്നിട്ടില്ല എന്നുള്ളത്. വിജയിച്ചില്ല എന്ന് പറയുമ്പോ ഇവര് സിനിമയുടെ കളക്ഷനും കൊണ്ടൊന്നും അങ്ങനത്തെ കാര്യത്തിൽ നോക്കിയിട്ടല്ലാട്ടോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അല്ലു അർജുന്റെ കൂടെ അത് വിജയമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു വിജയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. സിനിമ മറ്റത് കളക്ഷൻ കയറുന്നത് നോക്കണ്ട, അതിപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ഇവിടെ റെക്കോർഡുകൾ നേടിയിട്ടുള്ള സിനിമകൾ. അല്ല സൂര്യ 44 ആളല്ലേ, പൂജയല്ലേ? സൂര്യ 44 പൂജയാണോ? അല്ലേ, ആണ്. സൂര്യ 44 പൂജ അല്ലേ ആണടാ. എന്നാലും അടുത്തത് കാഞ്ചന 4 എടുത്ത് പറഞ്ഞു. 100 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. നമ്മുടെ ലോറൻസ് നായകനാവുന്ന സിനിമ. സിനിമയിൽ നായികയാവുന്നത് പൂജ ഹെഗ്ഡെ. എന്ത് പറയാനാ? അല്ല സൂര്യ 44 പൂജയല്ലേ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പൂജയല്ലേ? പൂജയാണ്. അടുത്തത് L360. തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് പുലിമുരുകൻ പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോകണ്ട, ഇത് തരുൺ മൂർത്തി സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസിന്റെ ഇടയിൽ വന്ന ഒരു പോസ്റ്റാണ്. അതെടുത്തിട്ട് ആള് സ്റ്റോറി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനോട് 100% യോജിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റിന്റെ ഷെയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും ഒരു പുലിമുരുകനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷൻ സിനിമയൊന്നും പ്രതീക്ഷിച്ചു പോകണ്ട, മാസ് പ്രതീക്ഷിക്കണ്ട. നല്ലൊരു സിനിമ, ചെറിയ രീതിയിലുള്ള ആക്ഷനും സംഭവങ്ങളിലൂടെയൊക്കെ പോകുന്ന സിനിമയായിരിക്കാം. എന്താണെങ്കിലും അടുത്ത ലാലേട്ടൻ റിലീസ് ആവുന്ന സിനിമ അത് തന്നെ ആയിരിക്കും അല്ലേ? ബാരോസ് വന്നിട്ട് എല്ലാം വരും. ആ ബാരോസ് ഉണ്ടല്ലോ അല്ലേ, പറഞ്ഞ പോലെ ഡിസംബറിൽ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒക്ടോബർ 3 അനൗൺസ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട്. അത് മാറ്റിയോ? അത് മാറ്റി. ഒക്ടോബർ 3 മാറ്റിയോ? മാറ്റും എന്നുള്ളതാണ്, അവർ അനൗൺസ് ചെയ്തിട്ടില്ല. മാറ്റും. ഒക്ടോബർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നവംബറിൽ അടുത്ത 3D സിനിമ മറ്റേതുണ്ട്, കങ്കുവയുണ്ട്. അതൊക്കെയാണ് ഈ വിഷയം വരുന്നത്. 3D ആവുമ്പോ തിയേറ്ററുകൾ ഇത് വന്നിട്ടുണ്ടെങ്കിലേ ഭയങ്കര വിഷയമാണ്. അപ്പൊ എന്തായാലും നോക്കാം, വരട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.